അത് ചെയ്ത ആരാണോ അവർക്ക് തിരിച്ചടി ഉണ്ടാവും. അത് നമ്മൾ ചെയ്യുന്നത്, നമ്മളൊരാളെ കൊല്ലാൻ വേണ്ടി ചെയ്യത്തില്ല, നമ്മൾ ആർക്കും ദ്രോഹം ചെയ്യത്തില്ല, പക്ഷേ അത് ഭഗവാൻ കൊടുക്കുന്നു. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം കാറിൽ പോകാൻ നേരത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത ഒരു ബന്ധു മരണപ്പെട്ടതായിട്ട് കോള് വന്നു. അപ്പം നമ്മൾ അയാളെ അയാളെ കൊല്ലാൻ വേണ്ടിയല്ല, അയാൾക്ക് ഒരു ദുരിതം വരാൻ വേണ്ടിയല്ല നമ്മൾ ആ കർമ്മം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ പൊലയും അടിയന്തരം കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് അപ്പം ആ ആളിൻ്റെ ഭാര്യയും ഈ ആളും, അതായത് ഈ പയ്യനും എല്ലാം കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്ന് ഭഗവാനെ കണ്ട് തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു വലിയ അത്ഭുതം പറയട്ടെ, ഇയാൾ മരണപ്പെട്ട് 1 മാസത്തിനകമായിട്ട് കല്യാണ നിശ്ചയമല്ല, കല്യാണം തന്നെ നടന്നു. അത് ഗൾഫിലുള്ളൊരു കുട്ടിയായിരുന്നു. ആ കുട്ടി ലീവിനായിട്ട് വന്നു. അപ്പോൾ തിരിച്ച് ആ കുട്ടിക്ക് പോകണം. അപ്പം അതിന് മുമ്പായിട്ട് കല്യാണം നടത്തിയിട്ട് വേണം പോകാനായിട്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് കല്യാണമായിട്ട് തന്നെ നടന്നു. അപ്പം ഈ ആൾ വന്നിട്ട് പറയാം, അദ്ദേഹം മരിച്ചതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല തിരുമേനി എന്നോട് പറയുക. അപ്പം അദ്ദേഹം ഒരുപാട് പേർക്ക് ദ്രോഹം ചെയ്തിട്ടുണ്ട്. ഈ പയ്യൻ്റെ കല്യാണം നടക്കാമെന്ന്